Hi friends, welcome to Kerala Kitchen Express. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ലഞ്ച് ബോക്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ കേർഡ് റൈസ് ആണ് ചെയ്യാൻ പോണേ. അതിന് വേണ്ടി ആദ്യം ഞാൻ കുറച്ച് കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുവാണ്. ചോറ് നമ്മൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ വേവിച്ച് ഇതുപോലെ വാർത്ത് വയ്ക്കുക നന്നായിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തെ ചോറിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ കേർഡ് റൈസിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളകും പിന്നെ ഒരു ചെറിയ സൈസ് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും 2 കൈ വെച്ച് നമ്മൾ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നമ്മൾ കടുകിട്ടു, അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി മാത്രമാണ്, വെളുത്തുള്ളി വേണ്ട. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടു, അതുപോലെ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അല്ല എളുപ്പ പണിയാണ്, മടി പിടിച്ചിരിക്കുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഡിഷാണ്. പക്ഷേ ടേസ്റ്റിനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു കോംപ്രമൈസ് ഇല്ല. നല്ല അടിപൊളി നല്ല രുചിയായിട്ട് നല്ല ഫില്ലിംഗ് ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മളിത് താളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ്. എന്നിട്ട് നമ്മൾ ചോറ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പിൻ്റെ ഗ്യാസിൻ്റെ ഇത് ചൂടൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ ചൂട്ടിൽ തന്നെ ആ കടായിൽ നമ്മൾ ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ മസാല ഫുള്ള് എല്ലായിടത്തും പിടിക്കണ പോലെ ആ താളിപ്പിൻ്റെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ കേർഡ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ലഞ്ചിന് വേണ്ടി ഇപ്പോഴത്തേക്ക് ഉടനെ കഴിക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യണതാണ്. അപ്പം ഞാൻ വെറും തൈര് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ലഞ്ച് ബോക്സായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു വിടാനാണെങ്കിൽ ഇപ്പം ഞാൻ 1 സ്പൂണ് തൈര് ആഡ് ചെയ്തു. അതുപോലെ നിങ്ങൾ 1 സ്പൂണ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടാക്കി തിളപ്പിച്ച പാല് ആറിയതിന് ശേഷം ആ പാല് ഒന്ന് ഒഴിച്ച് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നല്ലതുപോലെ നീറ്റായിട്ട് പുളിച്ചിരിക്കും. അല്ലെങ്കിൽ ഇത് ഒരുപാട് പുളിയായി പോകും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ തൈര് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ പൊമിഗ്രാനറ്റും കൂടെ മാതളങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പം മാതളങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഗാർണിഷ് ചെയ്യുക. ഉടനെ തന്നെ സെർവ് ചെയ്യുക. നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, നമ്മൾ ലഞ്ച് ബോക്സിന് പാക്ക് ചെയ്യുകയാണെങ്കിൽ 1 സ്പൂണ് പാലും കൂടെ ആഡ് ചെയ്യുക. അപ്പം നല്ല അടിപൊളി കേർഡ് റൈസ് റെഡിയായേ. ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ കാണാം. താങ്ക്